ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 70-ാം ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം. അടുത്ത എപ്പിസോഡിൽ നൂറേനെ ലാലേട്ടൻ പൊക്കിയിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, മൂന്നാറിൽ വന്നിരിക്കുന്ന ഒരു ലാഘവത്തോടെയാണ് നൂറ ഇവിടെ ഉള്ളത് എന്നുള്ളൊരു കാര്യം അക്ബർ നൂറയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് ലാലേട്ടൻ അവിടെ നൂറേനെ ഒന്ന് പൊക്കിയത്. ശേഷം ലാലേട്ടൻ നൂറയോട് പറയുന്നുണ്ട്, ആക്റ്റീവ് അല്ലാത്തതുപോലെ നൂറയ്ക്ക് തോന്നുന്നുണ്ടോ? അതിനുശേഷം അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അക്ബർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത്. അതിന്റെ മറുപടിയായിട്ട് അക്ബർ പറഞ്ഞത്, നൂറ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഗെയിമിൽ ശ്രദ്ധിക്കാതെ ഒരുപാട് ഇൻപുട്ട് കൊടുക്കാതിരിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് ലാലേട്ട. അതുകൊണ്ടാണ് നൂറ ഒരു ടൂറിന് വന്നിരിക്കുന്നു എന്നുള്ളത് പോലെയാണ് നിലനിൽക്കുന്നത് എന്ന് ഞാൻ അവിടെ പറഞ്ഞത് എന്ന് അക്ബർ ലാലേട്ടനോട് പറയുന്നുണ്ടായിരുന്നു. തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇനി 4 വീക്കുകൾ കൂടിയേ ഉള്ളൂ. ഇനി നിങ്ങൾ തീരുമാനിക്കുക, മൂന്നാറിൽ പോണോ അതോ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കപ്പ് പൊക്കണോ എന്നൊക്കെ എന്നുള്ളത് ആക്ഷനിലൂടെ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായി. അപ്പം തന്നെ ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ആർക്കും ഒരു ഉഷാറില്ലല്ലോ, എന്താണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലാലേട്ടൻ കൂട്ടിച്ചേർത്ത് വേറൊരു കാര്യവും കൂടി പറഞ്ഞു, എല്ലാവരും ഒന്ന് ഉഷാറായി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ബിഗ് ബോസിനോട് പറഞ്ഞ് പാലും മുട്ടയും പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡും ഒക്കെ ഞാൻ അയച്ചേക്കാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ഉഷാറായി പഴയതിലും നല്ല എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ അത് പറഞ്ഞത്. ഇല്ലേലും നേരല്ലേ, ഇനി കുറച്ച് നാളേ ഉള്ളൂ. അപ്പൊ നോക്കിയും കണ്ടും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ടാബുമോൻ പറഞ്ഞതുപോലെ ചറവറ എല്ലാത്തിനെയും ബിഗ് ബോസ് എടുത്ത് വെളിയിൽ കളയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു അവസ്ഥ ശരിക്കും അവിടെ നടക്കും. അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടും കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. അപ്പോൾ മറ്റൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വീഡിയോയുമായി വീണ്ടും കാണാം.